കോഴിക്കോട് സ്റ്റേഡിയം പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ഷഹദ സ്ഥലത്തൊന്നും ചേരുന്നുണ്ട്. ഷഹദ, ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യമാണോ? കാരണം കോഴിക്കോട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലേ. ഇപ്പോ വലിയ വെള്ളക്കെട്ടുണ്ടോ? തീർച്ചയായും റോഷ്നി, വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് സ്റ്റേഡിയം ജംഗ്ഷനിൽ രൂപപ്പെട്ടുന്നുണ്ട്. ഇത് ഇന്ന് ആദ്യമായിട്ടല്ല. സാധാരണ എല്ലാ സമയത്തും ഇത്തരത്തിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു ഇടമാണ് കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷൻ. ആ സ്റ്റേഡിയം ജംഗ്ഷനിലാണ് ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ പെയ്യാൻ തുടങ്ങിയ മഴയാണ്. ഇന്ന് രാവിലെ അല്പം ഒരു ശമനം ഉണ്ടെങ്കിലും അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാവുന്ന കാറ്റും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഈ ചെറിയ മഴ പെയ്യുമ്പോഴേക്കും, ചെറിയ മഴയല്ല, കാര്യമായിട്ട് വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട്. ആ മഴ പെയ്യുമ്പോഴേക്കും വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഈ സ്റ്റേഡിയം ജംഗ്ഷൻ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരാണ്. പ്രത്യേകിച്ച് വാഹനം പെട്ടെന്ന് ഓഫായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കാൽനട യാത്രക്കാരെ സംബന്ധിച്ച് ഈ ഫുട്പാത്തിലേക്കൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്ത കടകളിലേക്ക് വെള്ളം കയറുന്നു. അത് കാൽനട യാത്രക്കാരെ സംബന്ധിച്ചും ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പലതവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ചെറിയ മഴ ലഭിക്കുമ്പോഴേക്കും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഈ സ്റ്റേഡിയം ജംഗ്ഷനിൽ രൂപപ്പെടുന്നുണ്ട്. തൊട്ട് അപ്പുറത്തായിട്ട്, അതായത് ഈ വെള്ളക്കെട്ടിൽ ഒരു ഗുഡ്സ് ഓട്ടോ അത് പോയി താവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ വാഹനം ഇതുവരെ അവിടെ നിന്നും ഉയർത്താൻ പറ്റിയിട്ടുമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നിന്ന ഈ ഒരു മണിക്കൂറിനുള്ളിൽ, അതായത് നിരവധി ബൈക്കുകളാണ് ഇത്തരത്തിൽ ഓഫായി പോയി 2 3 ആളും ചേർന്ന് തള്ളി മാറ്റി ഇവിടെ നിന്ന് ഈ റോട്ടിലേക്ക് മാറ്റുന്ന സാഹചര്യമുള്ളത്. കൂടാതെ ഈ വാഹനങ്ങൾ അത് വേഗതയിൽ പോകുന്ന ഘട്ടത്തിൽ കാൽനട യാത്രക്കാരും വലിയ രീതിയിലുള്ള പ്രയാസമാണ് അനുഭവിക്കുന്നത്. കാരണം അവരുടെ ശരീരത്തേക്ക് വെള്ളം തെറിക്കുകയും അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിച്ചു പോകുന്ന വിദ്യാർത്ഥികളുടെ മേലേക്ക് വെള്ളം തെറിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ വാഹനയാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് 2 ഓവുചാലുകളുണ്ട്. അതായത് ഇതിന്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ഓവുചാലുകളുണ്ട്. അവിടേക്ക് വെള്ളം സുഗമമായി ഒഴുകുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നുള്ള വെള്ളം കൂടി, അതും നിറഞ്ഞു കവിഞ്ഞ് അതിൽ നിന്നുള്ള വെള്ളം കൂടി ഈ പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. റോഷ്നി, എന്തായാലും വെള്ളക്കെട്ട് വലിയ രൂക്ഷമാണ്. ഒപ്പം തന്നെ ഈ ബൈക്ക് യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ കാരണത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മഴയ്ക്ക് യാതൊരുവിധ ശമനവുമില്ല. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ, ഒപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശരി, ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. നേരെ നമുക്ക് കണ്ണൂരിലേക്ക് പോയാൽ, കണ്ണൂർ തളാപ്പിൽ കെട്ടിടവും മതിലും തകർന്നു. പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്.